പ്രൈസ് ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഈ സ്നാനത്തെക്കുറിച്ചുള്ള ഈ സന്ദേശം കഴിഞ്ഞ ദിവസത്തിൻ്റെ സന്ദേശത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ആ വിഷയത്തെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അനേകരുടെ ജീവിതത്തിൽ അത് റിവൈവൽ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സോ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുന്നു. ആ സുവിശേഷം ഒരു വ്യക്തി കേട്ടതിന് ശേഷം ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുക, അബ്രഹാമിനെ എടുക്കുക. അബ്രഹാം സുവിശേഷം പ്രാണിയിലൂടെ കേൾക്കുന്നു. അദ്ദേഹം കേട്ട് കഴിയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്, വഴിയെക്കുറിച്ചാണ്, സത്യത്തെക്കുറിച്ചാണ്, വെളിച്ചത്തെക്കുറിച്ചാണ്, ജീവനെക്കുറിച്ചാണ്, അങ്ങോട്ട് പോകാനുള്ള, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ്. യേശു കർത്താവ്, അതിലൂടെ ഇനി നിനക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും, നിനക്കൊരു വഴി തുറന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ടത്. അപ്പോൾ നീ അവനിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിക്കുന്നതിലൂടെ നിനക്ക് നിത്യജീവൻ, പിതാവിലേക്ക് പോകാൻ പറ്റും എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ആദ്യം കേട്ടു. പിന്നെ അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു റിപ്പൻറ്റൻസ് വരികയാണ്, മാനസാന്തരപ്പെടുകയാണ് ആ വ്യക്തി. ഞാൻ എവിടെയായിരുന്നു, ഞാൻ ചേറ്റിലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മുടിയനായ പുത്രന് സുബോധം വന്നതുപോലെ ഒരു സുബോധം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവുകയാണ്, ഒരു റിപ്പൻറ്റൻസ്. അദ്ദേഹം യേശു കർത്താവിനെ സ്വീകരിക്കുന്നു രക്ഷകനായി. മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം മാനസാന്തരപ്പെട്ടത് തന്നെ ആ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ആ ഹൃദയത്തിലേക്ക് പുതിയ ഒരു ഹൃദയമാവുകയാണ്. അവിടെ തന്നെ ഒരു ചേഞ്ചസ് അപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. ദൈവം ആ മാനസാന്തരത്തിലൂടെ, ആ വിശ്വാസത്തിൻ്റെ മേൽ അവന് രക്ഷയെ നൽകുന്നു അബ്രഹാമിന്. അദ്ദേഹം പിന്നെ ചെയ്യേണ്ടത് ജലസ്നാനം. ജലസ്നാനമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ചതിനെ, ഫ്രീ ആയിട്ട് ലഭിച്ചതിൻ്റെ ഒരു ഡിക്ലറേഷനാണ് സ്നാനം. എന്നിട്ട് പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവയ്പ് അദ്ദേഹം മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സ്നാനമെടുത്താൽ രക്ഷ ലഭിക്കുമെന്നോ വിശ്വസിച്ചാൽ സ്നാനം വേണ്ടെന്നോ പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം പ്രോസസ്സാണ്, കണക്റ്റഡാണ്. വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു, മാനസാന്തരം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു, സ്നാനം ആ മാറ്റം നമ്മൾ പൊതുവായിട്ട് പബ്ലിക്കലി പ്രഖ്യാപിക്കുകയാണ്. ജലത്തിൽ സ്നാനം എടുക്കുമ്പോൾ അവിടെയല്ല രക്ഷയുണ്ടാകുന്നത്. രക്ഷ ലഭിച്ചതിൻ്റെ ഒരു അടയാളമാണ് അബ്രഹാം സ്നാനപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക്, ഈ വ്യക്തിക്ക് രക്ഷ ലഭിക്കുന്നത് യേശു കർത്താവിനോടുള്ള വിശ്വാസത്തിലൂടെയാണ്. ആ വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ്, താനാണ് രക്ഷകനെന്ന് വിശ്വസിക്കുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് രക്ഷ ലഭിക്കുന്നത്. അത് വിശ്വാസത്തിലൂടെയാണ്, അദ്ദേഹം വിശ്വസിച്ചപ്പോഴാണ്. ദെൻ മാനസാന്തരം, ആ ഹൃദയം ദൈവത്തിലേക്ക് തിരിയുന്നതാണ്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ ഒരു തീരുമാനം, അദ്ദേഹം വിശ്വസിക്കുകയാണ്, യെസ്. അതിനുശേഷമാണ് വെള്ളത്തിലുള്ള സ്നാനം, ബാപ്റ്റിസം. ഇത് അദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേണാണ്, കൽപ്പനയാണിത്. സോ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, കൃപയാൽ നിങ്ങൾ വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രവൃത്തികളാലല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. സോ കൃപയാലാണ്, നമ്മൾ വിശ്വാസത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത്. കൃപ നമുക്ക് ഫ്രീ ആണ്. ഇത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ശിശുവായിരിക്കുമ്പോൾ ഇത് ലഭിക്കുന്നതല്ല. ആ ശിശുവിന് അത് ചെയ്യാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ ആ ശിശുവിൻ്റെ, ആ വ്യക്തിയുടെ, ആ ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ, ഒരു കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ ഒരു ടീനേജിൻ്റെ, അല്ലെങ്കിൽ ഒരു യൂത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലെത്തിയ ഈ യുവജനത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ അകത്താണ് ഒരു പരിവർത്തനം. അവിടെയാണ് പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയം. അപ്പോൾ ശിശുവായിരിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു രൂപാന്തരം സംഭവിക്കുന്നില്ല. രക്ഷ മനുഷ്യൻ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ലഭിക്കുന്നതല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്.
യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്നാനം ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? യേശു കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ ലഭിക്കുന്നതെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ മനസ്സിലാകുന്നില്ല. ഈ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷ വാങ്ങിക്കാനുള്ള വില കൊടുക്കുന്നതല്ല. യേശുവാണ് രക്ഷകൻ. അപ്പോൾ നമ്മളിതിന് വിലയൊന്നും കൊടുക്കണ്ട, നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് സ്നാനത്തോടുകൂടി. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. യേശു പറഞ്ഞത് വിശ്വസിക്കുന്നവനല്ലാതെ സ്നാനം സ്വീകരിക്കുന്നവൻ മാത്രമെന്നല്ല. അതിനാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് രക്ഷ എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. ഫസ്റ്റ് പ്രോസസ്സ് വിശ്വാസമാണ്. പിന്നെയാണ് റിപ്പൻറ്റൻസിലേക്ക് പോകുന്നത്. രണ്ടാമത് റിപ്പൻറ്റൻസ് ആണ്. ഒന്നാമത് എന്താണ്? ഒന്നാമത് ഫെയ്ത്ത്. എഫേസ്യ ലേഖനം 2:8-9, യോഹന്നാൻ 3:16. രണ്ടാമത്തേത് റിപ്പൻറ്റൻസ് ആണ്. ഹൃദയത്തിൻ്റെ തിരിച്ചുവരവ്, മുടിയനായ പുത്രനെ പോലെ. സോ ഫെയ്ത്ത്, ദെൻ റിപ്പൻറ്റൻസ് അവൻ്റെ ഹൃദയത്തിൽ നടക്കുകയാണ് ആ വ്യക്തിയുടെ. അപ്പോസ്തലപ്രവൃത്തി 3:19 ആക്ട്സ് 3:19 മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദാറ്റ് മീൻസ് മാനസാന്തരം എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ആയിരിക്കുന്ന പാപജീവിതത്തിൽ നിന്ന് നമ്മൾ തിരിയുകയാണ്, ടേൺ ചെയ്യുകയാണ്, ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുകയാണ്. അവൻ പോയ വഴിയിൽ നിന്നും യു ടേൺ ചെയ്യുകയാണ്. പഴയ നമ്മുടെ ജീവിച്ച ആ ഒരു വഴിയെ നമ്മൾ വിട്ടിട്ട് നമ്മൾ യേശുവിനെ പിന്തുടരുകയാണ്. അതാണ് റിപ്പൻറ്റൻസ്. സോ വിശ്വാസവും പിന്നെ മാനസാന്തരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഹൃദയം മാറും, പാപത്തെ വെറുക്കാൻ തുടങ്ങും, ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങും, അവൻ്റെ ഇഷ്ടങ്ങളെ. ഒരു വ്യക്തിയെ അറിയുമ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത്. സോ എത്രമാത്രം അറിയുന്നോ അത്രമാത്രം അവരോട് നമ്മൾ അനുരൂപമാകുന്നു എന്നാണ്. യേശുവിനോട് അനുരൂപമാകുന്നു. യേശുവിനെക്കുറിച്ച് കൂടുതൽ, കർത്താവിനെക്കുറിച്ച്, വഴിയും സത്യവും ജീവനുമായവനെക്കുറിച്ച് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ആ ബൈബിളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ നമ്മളത് വായിക്കും തോറും ഗ്രഹിക്കും തോറും പുതിയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. വിശ്വാസവും മാനസാന്തരവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത് ജലസ്നാനമാണ്, വാട്ടർ ബാപ്റ്റിസം. സോ ഇത് രക്ഷയുടെ ഒരു പ്രഖ്യാപനമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുന്നു, മാനസാന്തരപ്പെടുക, സ്നാനം സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് പറയുന്നത് രക്ഷയുണ്ടാക്കുന്നതല്ല. സ്നാനം രക്ഷയുടെ പുറമേയുള്ള നമ്മൾ ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ്. റോമാലേഖനം 6:4 പറയുന്നു, സ്നാനത്തിലൂടെ ഞങ്ങൾ അവനോടൊപ്പം അടക്കം ചെയ്യപ്പെട്ടു വന്നു. അപ്പം നമ്മൾ ജലത്തിൽ മുങ്ങുന്നത് പഴയ നമ്മൾ മരിച്ചു, നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിടുകയാണ്. പഴയ ജീവിതം നമ്മൾ മരിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ ഈ ബാപ്റ്റിസം, വെള്ളത്തിൽ മുങ്ങുന്നത്. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് വെള്ളത്തിൽ മുങ്ങുക എന്നുള്ളത് നമ്മളാണ് സ്നാനപ്പെടേണ്ടത്. സോ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉയരുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായെന്നുള്ളതിൻ്റെ അടയാളം നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതാണ് സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒരു പ്രോസസ്സ്. ഫസ്റ്റ് പ്രോസസ്സ് ഇതാണ്. സ്നാനം ഒരു ആത്മീയ സത്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. സോ നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ സുവിശേഷം കേൾക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, ദൈവം നമുക്കപ്പോൾ രക്ഷ നൽകുന്നു, എന്നിട്ട് നമ്മൾ ജലസ്നാനം സ്വീകരിക്കുന്നു, പിന്നെ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്നാനമെടുത്തെന്ന് പറഞ്ഞ് രക്ഷ ലഭിക്കത്തില്ല. വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്നാനം വേണ്ട എന്നുമല്ല. വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു, മാനസാന്തരം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. സ്നാനം അത് നമ്മൾ മാറിയെന്നുള്ളതിൻ്റെ, പുതിയ സൃഷ്ടിയായെന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ്. നമ്മളൊരു വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നലെ പറഞ്ഞായിരുന്നു, മോതിരം നമ്മുടെ കയ്യിലിട്ടത് അത് വിവാഹം ഉണ്ടാക്കിയതല്ല, വിവാഹം നടന്നുവെന്ന് കാണിക്കാനാണ്. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മോതിരം ഇടുന്നത്. ഹല്ലേലൂയ. സോ ഇതുപോലെ തന്നെ ജലസ്നാനം നമ്മുടെ രക്ഷയുണ്ടാക്കുന്നതല്ല.
രക്ഷ നമുക്ക് ലഭിച്ചെന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ജലസ്നാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു വൃക്ഷത്തെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വേര് വിശ്വാസം, വിശ്വാസത്തിലാണ് ബേസ്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് മാനസാന്തരവും സ്നാനവും പോലെ തന്നെ. ആദ്യം വരുന്നത് ഫെയ്ത്ത്, പിന്നെ മാനസാന്തരം, പിന്നെ സ്നാനം. സോ ഫലം വൃക്ഷത്തെ പിടിച്ചു നിർത്തത്തില്ല. വൃക്ഷം ജീവനോടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ ഫലം, അതിൻ്റെ പ്രൊഡക്ഷൻ. ഇതുപോലെയാണ് നമ്മൾ സ്നാനപ്പെടുമ്പോൾ വിശ്വാസം, മാനസാന്തരം, സ്നാനം. സോ ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഫെയ്ത്ത് ഇൻ ജീസസ് സേവ്സ് ദ സോൾ. റിപ്പൻറ്റൻസ് ചേഞ്ചസ് the direction of the heart. Baptism publicly declares that inner transformation. So യേശുവിലുള്ള വിശ്വാസം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ മടക്കിക്കൊണ്ടുവരുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അതാണ് വഴി, സത്യം, ജീവൻ. ഒരു വ്യക്തി ഒരു വാതിലിലൂടെ കടന്ന് അകത്തേക്ക് വരുമ്പോൾ വിശ്വസിച്ചു, അദ്ദേഹം അതിൻ്റെ ആ വഴിയിലൂടെ അകത്തേക്ക് കയറി. പിന്നെ അദ്ദേഹം ആ വീട്ടിൽ താമസിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ വിശ്വസിച്ചു, റിപ്പൻറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അവസാനമായി പറയാനുള്ളത്, വിശ്വാസം രക്ഷയെ സ്വീകരിക്കുന്നു. മാനസാന്തരം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. ജലസ്നാനം അത് പൊതുവായി പ്രഖ്യാപിക്കുന്നു. ഈ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വിവാഹത്തിൻ്റെ മോതിരം വിവാഹം ഉണ്ടാക്കുന്നില്ല. വിവാഹ ബന്ധം ഇതിനകം ഉണ്ടായിരിക്കും, പക്ഷേ മോതിരം അത് പൊതുവായിട്ട് കാണിക്കും. നമ്മുടെ തുടങ്ങുന്നതേ ഉള്ളൂ ബന്ധം. ദ ഫസ്റ്റ് സ്റ്റെപ്പാണത്. അപ്പോൾ യേശുവിലുള്ള വിശ്വാസം നമുക്ക് രക്ഷ നൽകുന്നു. ജലസ്നാനം അതിൻ്റെ ഡിക്ലറേഷനാണ്. ഒരു റൂട്ട് ഒരു മരത്തിന് ജീവൻ കൊടുക്കുന്നത്, ഗീവ് ലൈഫ്. ഫ്രൂട്ട്സ് എന്തോ കാണിക്കുന്നത്? ഫ്രൂട്ട്സ്, അതിൻ്റെ ഫലം, അത് കാണിക്കുന്നത് ഈ ചെടി, ഈ മരം ജീവനോടെ ഉള്ളതാണ്. അതിൻ്റെ റിഫ്ലക്റ്റാണ്, അതിൻ്റെ ഗുണമാണ് കാണിക്കുന്നത്. അത് യാഥാർത്ഥ്യമായി അത് ജീവിക്കുന്നു എന്നുള്ളത്, ആ മരം ഓക്കെ ആണെന്നുള്ളതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വേര് പോലെയാണ് ഒരു മരത്തിൻ്റെ. മാനസാന്തരം പ്ലസ് ജലസ്നാനം, അതിൻ്റെ റൂട്ട്, ഫലം. ഇറ്റ്സ് ഫ്രൂട്ട്, ഈക്വൽ ഫ്രൂട്ട്. വിശ്വാസം വേര്, മാനസാന്തരവും സ്നാനവും ഈക്വൽ ടു ഫലം. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ വാതിലിലൂടെ വീട്ടിൽ പ്രവേശിക്കുന്നു. പ്രവേശിച്ചതിന് ശേഷം അവൻ തൻ്റെ പേര് വീട്ടിൽ എഴുതി വയ്ക്കുന്നു. അതുപോലെ യേശു വാതിലാണ്, വിശ്വാസം നമ്മുടെ പ്രവേശനമാണ്, സ്നാനം ഞാൻ യേശുവിനോടൊപ്പം എന്ന നമ്മുടെ ഡിക്ലറേഷനാണ്. യോഹന്നാൻ 10:9 പറയുന്നു, ഞാൻ വാതിലാകുന്നു. സോ നമ്മളിപ്പം കുളിക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ ഹൃദയം ശുദ്ധമാകത്തില്ല, പുറമുള്ളത് മാത്രമേ ക്ലീൻ ആവത്തുള്ളൂ. സോ യേശു കർത്താവിൻ്റെ രക്തം, അവൻ്റെ കാൽവറിലെ രക്തമാണ് നമ്മുടെ ഹൃദയത്തിലെ ശുദ്ധീകരണം കൊണ്ടുവരുന്നത്. 1 യോഹന്നാൻ 1:7 പറയുന്നു, ദ ബ്ലഡ് ഓഫ് ജീസസ് ക്ലെൻസസ് ഫ്രം ഓൾ സിൻ. ഇനി ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു ജഡ്ജി കുറ്റക്കാരനെ ക്ഷമിച്ചതായിട്ട് പ്രഖ്യാപിക്കുക, അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുകയാണ്, ഡിക്ലെയർ ചെയ്യുകയാണ്, ഇവൻ ഇനി കുറ്റക്കാരനല്ല എന്ന്. സോ അവൻ ഇനി ഒരു പ്രോസസ്സുണ്ട്, അവിടെ നിന്ന് മൂവ് ചെയ്യണം. ശേഷം അവൻ അവിടുന്ന് സ്വതന്ത്രനായി പുറത്തേക്ക് നടക്കുന്നു. ഇതുപോലെ ദൈവം ക്ഷമിക്കുന്നു, അതാണ് രക്ഷ. സ്നാനം ഞാൻ പുതിയ ജീവിതത്തിലേക്ക് നടക്കുന്നു എന്നൊരു സാക്ഷ്യമാണ്. നമുക്ക് ക്രൂശിലെ കള്ളൻ്റെ ഉദാഹരണം എടുത്താൽ, അവൻ ക്രൂശിലെ കള്ളൻ യേശുവിൽ വിശ്വസിക്കുകയാണ്. അവൻ സ്നാനം സ്വീകരിച്ചിട്ടില്ല, എന്നാലും യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന്. ഇതിൽ നിന്ന് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? അവൻ്റെ വിശ്വാസമാണ് അവനെ രക്ഷിച്ചത്. സ്നാനമെന്ന് പറയുന്നത് ആ വിശ്വാസത്തിൻ്റെ അനുസരണ പ്രഖ്യാപനമാണ്. ഇനി അന്ന് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല, ക്രൂശിൽ കിടക്കുമ്പോഴുള്ളതാണ്. വിശ്വാസത്തിൽ അവൻ രക്ഷിക്കപ്പെടുകയാണ്. സോ ഫെയ്ത്ത് ബ്രിങ്സ് സാൽവേഷൻ ഇൻവേർഡ്ലി. അകത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. സോ സാൽവേഷൻ എങ്ങനെയാണ് വരുന്നത്? ഫെയ്ത്ത്
പുറത്താണ് സാൽവേഷൻ, ഇൻവേർഡ്ലി ആണ് നടക്കുന്നത്. സോ ബാപ്റ്റിസം ഷോസ് സാൽവേഷൻ ഔട്ട്വേർഡ്ലി. വിശ്വാസം ഉള്ളിൽ നമുക്ക് രക്ഷ നൽകുന്നു, ജലസ്നാനം അതിനെ പുറത്ത് കാണിക്കുന്നു. സോ ഇതാണ് സ്നാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. സോ ഇതുവരെ നമ്മൾ ഇരുട്ടിലായിരുന്നു, ഇനി നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ യേശു കർത്താവിലൂടെ പിതാവ് നമ്മളെ കൊണ്ടുവരികയാണ്. വിശ്വാസത്തിലൂടെ ഒരാൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗം അവരെ കാണുന്നത് വരൻ്റെ അടുക്കിലേക്ക് മടങ്ങിയെത്തുന്ന വധുവിനെ പോലെയാണ്. സോ ഇതാണ് സ്നാനം. ഞാൻ ഇനി ലോകത്തിൻ്റേതല്ലെന്നുള്ളൊരു പ്രഖ്യാപനമാണ്. ഞാൻ ഇനി യേശുവിനുള്ളവളാണ്, യേശുവിനുള്ളവനാണ്. ഇത് വെറും ഒരു മതച്ചടങ്ങല്ല, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ യേശു കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഞങ്ങൾ യൂണിയൻ ആകുന്നൊരു സമയമുണ്ട് റാപ്ചറിന് ശേഷം. സോ അതുവരെയും കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ മണവാട്ടിയുടെ ജോലി. 5 കന്യകമാരെ പോലെ കാത്തിരിക്കുക ഏത് സമയത്ത് പ്രാണപ്രിയനെ. ഇപ്പോൾ നമുക്ക് ഒരു ചെറുക്കനും പെണ്ണും ഒരു പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമഗീതം ഒരു പ്രേമ കഥയാണ്. ഒരു പയ്യനും ഒരു പെണ്ണും കണ്ടുമുട്ടുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവർ ജീവിക്കാൻ തുടങ്ങിയില്ല. പക്ഷേ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. അവരുടെ ഹൃദയം കണക്റ്റായി, ദൂരത്തിലിരിക്കുകയാണ് പക്ഷേ ഹൃദയം കണക്റ്റായി, പിന്നെ അവരൊരിക്കലും ആർക്കും പിരിക്കാൻ പറ്റത്തില്ല. ഏത് ദുഃഖത്തിലും പ്രയാസത്തിലും ഒറ്റപ്പെടലിലും എല്ലാം ശുലയും കരുത്തി ആ ഇടയ ചെറുക്കനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വേറെ ഒന്നുമില്ല, അവൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ ഹൃദയം കവർന്നെടുത്ത പ്രേമകാന്തൻ. ബ്ലസ്സഡ് മേമന പാടിയതുപോലെ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയാണോ? അതാണ് യഥാർത്ഥമായ ഒരു സ്പിരിച്വൽ ലൈഫ്. അവൻ്റെ ശബ്ദം നമ്മൾ എപ്പോഴും കേൾക്കും. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്നാണ്. യെസ്, നമുക്ക് കേൾക്കാൻ പറ്റും. അവിടെ വരെ വരാൻ എനിക്ക് 17 ഇയേഴ്സ് എടുത്തു. ഏത് പ്രശ്നം വന്നാലും ഞാൻ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനൊരു വ്യക്തിയോട് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ പ്രാണപ്രിയനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാണപ്രിയനോട് ചേർന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് വരുന്ന ഒരു ജീവൻ നദിയുണ്ട്, വലിയൊരു ആശ്വാസമുണ്ട്. ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ പിന്നീട് പേടിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മുടെ സൃഷ്ടാവ്, അവൻ നമ്മുടെ സർവ്വവും. നമ്മുടെ ഹൃദയത്തെ പകർന്നെങ്കിൽ, നമ്മളത് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചുവെങ്കിൽ നമ്മൾ 100% ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് കർത്താവിന്. നമുക്കിനി നമ്മളല്ല. അതാണ് ഗലാത്യലേഖനം 2:20 പറഞ്ഞത്, ഞാനല്ല ഇനി ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള വിശ്വാസം നമ്മളിൽ വരുമ്പോൾ 100% അവനിൽ നമുക്ക് ചാരുവാൻ പറ്റും. നമ്മൾ 60% ഇവിടെയും 40% അവിടെയുമാണ്. ഇപ്പോഴും നമുക്ക് പാസ്റ്റേഴ്സിനെ, പ്രാർത്ഥിക്കുന്നവരെയൊക്കെ നമ്മൾ പ്രവാചകന്മാരെ തേടിപ്പോകുന്നത്. നല്ല പ്രവാചകൻ യേശു കർത്താവാണ്, നല്ല ഇടയൻ നമ്മുടെ ദൈവമാണ്, നല്ലൊരു ഫ്രണ്ട് യേശു കർത്താവാണ്, നല്ല ഒരു പ്രേമകാന്തൻ യേശു കർത്താവാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോൾ നമ്മളത് 100% മനസ്സിലാക്കുന്നോ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്ന. യോഹന്നാൻ 8 പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യമായി എൻ്റെ ശിഷ്യന്മാരാകുന്നു. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പം നമ്മൾ ആ വചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ, ആ സത്യം നമ്മുടെ അരയ്ക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ അവൻ്റെ ശിഷ്യന്മാരാണ്. വിശ്വസിച്ചാട്ടെ എല്ലാവരും. അങ്ങനെയെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിരിക്കുന്നു. അത് മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല. അവർ നമ്മളെ അവസാനം വരെയും കളിയാക്കും, കുത്തും, വേദനിപ്പിക്കും, ഒറ്റപ്പെടുത്തും. പക്ഷെ നിൻ്റെ ഹൃദയത്തിൽ വന്ന പ്രാണപ്രിയന് വില കൊടുക്കേണ്ടത് നീയാണ്. ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ് യു ആർ ട്രൂലി മൈ ഡിസൈപ്പിൾസ് ആൻഡ് യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. മൈ ഡിസൈപ്പിൾസ് എന്നാണ്. അപ്പോൾ എല്ലാവരെയുമാണ് കർത്താവ് വിളിക്കുന്നത്. എല്ലാവർക്കും അവൻ കിരീടം കൊടുക്കും, എല്ലാവരെയും അവൻ ഒരുപോലെ സ്നേഹിക്കും. ദർ ഇസ് നോ പാർഷ്യാലിറ്റി. യഥാർത്ഥമായ യേശുവിനെ സ്നേഹിക്കുന്നവർ എന്ത് ഗുണീകരണത്തിലും ശിക്ഷണത്തിലും അവനോട് വെറുക്കുകയല്ല, അവനെ മാറി നിൽക്കുകയല്ല,
വീണ്ടും അവനെ സ്നേഹിക്കും. വീഴും, പിന്നെ നമ്മൾ എഴുന്നേൽക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപമാക്കാൻ അനേക വ്യക്തികളിലൂടെ നമ്മളെ കൊണ്ടുപോകും. വഴി ഈസിയല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, വിശാലമായ വഴിയുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, പക്ഷേ ഇത് ഇടുക്ക് വഴിയാണ്, ഇത് വെരി ടഫാണ്. ശിഷ്യന്മാർ പോലും അവനോട് വഴക്കുണ്ടാകുന്നു. നീ എന്താണ് പറയുന്നത്? എല്ലാവരും നിന്നെ വിട്ടു പോവുകയാണ്, പുരുഷാരം മുഴുവനും പോയി. യേശു പറയണം, നിങ്ങൾക്കും പോകാം. ഇത് വില കൊടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, അതെന്നെ കുത്തിയതാ. ഹല്ലേലൂയ. കുത്തു കൊണ്ടപ്പോഴാണ് മനസ്സന്തരപ്പെട്ട് സ്നാനപ്പെട്ടത് 3000 പേര്. എവിടെയാണോ നമുക്ക് കുത്തുകൊള്ളുന്നത് ആ മേഖലയിൽ നമുക്കൊരു വിടുതൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പല വ്യക്തികളിലൂടെയാണ് നമ്മളെ ഒരുക്കുന്നത്. നമ്മുടെ ഓരോ വീക്ക്നെസ്സും ദൈവം കാണിച്ചു തരുന്നത് മറ്റൊരു വ്യക്തിയിലൂടെയാണ്. അപ്പം നമ്മൾ പരാജയപ്പെടുകയല്ല വേണ്ടത്, വീണ്ടും മുന്നോട്ട് പോകും. നമ്മളെ വളർത്തുന്നവരെ നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ആ വളർത്തുന്നു എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു ബെനിഫിറ്റും ഇല്ല ഇതിലെന്ന് ഓർത്താൽ നിങ്ങൾക്ക് അവരോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. കർത്താവിനെ സ്തുതിക്കുന്നവരും സ്നേഹിക്കുന്നവരും എന്തുവന്നാലും ആ പ്രാണപ്രിയനെ തന്നെ ആശ്രയിക്കുന്നവരോടുള്ള യാത്രയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ജഡത്തിൽ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ആത്മാവിൽ നിങ്ങൾക്ക് റിജോയ്സ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഉത്തമഗീതത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ പ്രിയൻ എന്ന് വിളിക്കണമെങ്കിൽ അത്രമാത്രം നമ്മൾ അവനെ സ്നേഹിക്കണം. അത് സത്യം നമ്മൾ അറിയണം. ഇതിൻ്റെ അപ്പുറം ഒരു ജീവിതമുണ്ട് എനിക്ക് എന്നേക്കുമായിട്ടുള്ളത്. അതിന് ഇവനിലൂടെ, ഈ ക്രിസ്തുവിലൂടെ മാത്രമേ എനിക്ക് നേടുന്നു എന്ന് അറിയുമ്പോൾ അവനെ നമ്മൾ സ്നേഹിക്കും. എൻ്റെ പ്രിയൻ, കാരണം നമ്മൾ ജഡത്തിലുള്ളവരല്ലേ. അപ്പോൾ ക്രിസ്തു യേശുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വിവാഹം നടക്കണം, നമ്മളും അവനുമായിട്ട് ചേരണം. അപ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യലായിട്ട് സംഭവിച്ചു. ഇനി ഒറിജിനലി നടക്കാൻ പോകുന്നത് സ്വർഗത്തിലാണ്. അതിനുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഈ രക്ഷയിലേക്ക് വരുന്നതും സ്നാനപ്പെടുന്നതും. സോ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. പിന്നെ തൊട്ട് നമുക്കൊരു പ്രിയനുണ്ടാകും. ഞാൻ അവനുള്ളവൾ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ അവൾ തന്നെയാണ്, ബ്രൈഡാണ്. ജഡത്തിൽ നമ്മൾ പുരുഷനും സ്ത്രീയുമായി ഇരിക്കുന്നു, പക്ഷേ ദൈവത്തിന് നമ്മൾ മക്കളും യേശു കർത്താവിന് നമ്മൾ നിർമ്മല കന്യകകളുമാണ്. അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ ഇനി ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ നമുക്ക് പിന്നെ ഈ ദ്രവ്യത്തെക്കുറിച്ചും ഭൂമിയിലുള്ള അനുഗ്രഹത്തെ റിച്വൽസിനെ കുറിച്ചും പ്രോസ്പെരിറ്റിയെക്കുറിച്ചും ബ്ലെസ്സിങ്ങിനെ കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വോമിറ്റിങ് വരും. കാരണം നമുക്കത് ഡൈജസ്റ്റ് ആവത്തില്ല. അകത്തേക്ക്, ഹൃദയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ അവനുമായി കണക്റ്റ് ആകുമ്പോൾ, ഫോർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് us. The cross is not only forgiveness, it is transformation. The resurrection is not only power, it is new life. So baptism എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. It is the beginning of walking with the living Christ daily. Hallelujah. ഇത് റിച്വൽസിലൂടെ ലഭിക്കുന്നതല്ല, ഇതൊരു ട്രഡീഷനിലൂടെയുള്ളതല്ല. It is a testimony of a heart captured by the love of Christ. പിന്നെ ആ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. ആ സ്നേഹത്തിൽ നടക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ, വ്യക്തികൾ, സമൂഹങ്ങളാണ്. എവിടെയെല്ലാം നമ്മൾക്ക് കുത്തുവരും അപ്പോഴെല്ലാം ഓർത്തോണം അവൻ്റെ പ്രേമത്തിലേക്ക് നമ്മളെ വിളിക്കുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, നമുക്ക് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞെങ്കിൽ
ഇനി നമ്മുടെ പുതിയ ജീവിതമാണ്. ആ പുതിയ ജീവിതത്തെ എങ്ങനെ മനോഹരമാക്കണമെന്ന് നമ്മൾ നോക്കണം. യേശു കർത്താവിനോട് ദിവസേന നമ്മൾ നടക്കണം, ബൈബിൾ വായിക്കണം. എത്രമാത്രം പ്രശ്നം അത്രമാത്രം പ്രാർത്ഥന. എത്രമാത്രം നമ്മൾ വീഴുന്നോ അത്രമാത്രം ആ ഏരിയയിൽ ദൈവിക ഇഷ്ടം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു സ്നാന ക്ലാസ് ചടങ്ങായിട്ടിങ്ങനെ നമ്മൾ പ്രസംഗിച്ചു പോവുകയാണ്, പക്ഷേ നമ്മളതൊരു പാരമ്പര്യമായി ഒരു ചടങ്ങായി കാണുകയാണ്. അങ്ങനെയല്ല, ഇതൊരു റിലേഷൻഷിപ്പാണ്. നമ്മൾ രണ്ടും ഒരു പ്രേമത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഒരു എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന ചെറുക്കനും പെണ്ണും പോലെ തന്നെയാണിത്. അത് ഇവിടെ ഭൂമിയിൽ നടക്കുന്നതാണ്. യാഥാർത്ഥ്യമായത് ഇതാണ്. നമ്മൾ ഈ ഭൂമിയിലുള്ളവരെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്. ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാത്തിനേക്കാൾ ഉപരിയായി കർത്താവിനേക്കാൾ ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കരുത്. കാരണം അവർ ഈ ഭൂമിയിൽ അല്പസമയത്തേക്കുള്ളൂ, വിരിയും വാടിപ്പോകും. ദൈവത്തെക്കാൾ ഉപരിയായി പിതാവിനെ സ്നേഹിച്ച പെൺകുട്ടികളെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയവരെ. ഭാര്യനെ സ്നേഹിച്ച ഭർത്താവിനെ കണ്ടിട്ടുണ്ട്, ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യയെ കണ്ടിട്ടുണ്ട്, മക്കളെ സ്നേഹിച്ച പേരൻസിനെ കണ്ടിട്ടുണ്ട്, ഗ്രാൻഡ് പേരൻസിനെ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് സ്നേഹിച്ചവരുണ്ട്, ജീവിതമേ അവരുടെ വേണ്ടായെന്ന് വെച്ചിട്ടുള്ളവരുണ്ട്. എനിക്ക് തന്നെ ഒരു ഫ്രണ്ടുണ്ട് ബോംബെയിൽ. അവളുടെ ഫ്രണ്ട് മരിച്ചു പോയതുകൊണ്ട് അവൾ ഇന്ന് വരെയും വിവാഹം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. സോ വല്ലാത്തൊരു അവസ്ഥയാണ് ഈ ഹൃദയത്തിൻ്റെ. അതുകൊണ്ടാണ് പറഞ്ഞത്, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. നമുക്കൊരു വ്യക്തിയോട് ദൈവത്തെക്കാൾ ഉപരിയായി പ്രേമം തോന്നുമ്പോൾ, അത് ഏത് വ്യക്തിയുമായിക്കോട്ടെ, ആ പ്രേമം തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യേശു കർത്താവിലേക്ക് നമ്മുടെ മുഖത്തെ അങ്ങ് തിരിക്കുക, പൊള്ളിയ. അപ്പോൾ അത് വേണ്ട, എനിക്ക് നിന്റെ സ്നേഹം മതി എന്ന് പറയുമ്പോൾ ഇത് വലുതായും മറ്റേത് ചെറുതായും തുടങ്ങും. എപ്പോൾ വെളിച്ചം നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്നോ അന്ധകാരം കുറഞ്ഞുകൊണ്ടേയിരിക്കും, മാറിപ്പോകും, കംപ്ലീറ്റ് മാറും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച്. സോ ഇതാണ് നമ്മൾ ജയിച്ച് സ്വർഗത്തിലെത്തേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജയിച്ചു വന്നവർ ഇവരാണ്, യേശുവിൻ്റെ രക്തത്തിനാലും സാക്ഷ്യവചനത്താലും ജയിച്ചവർ. സോ നമ്മൾ ജയിക്കേണ്ടത് വചനധ്യാനത്തിലൂടെ. ഒരു മാസം കൊണ്ട് ബൈബിൾ എത്ര വായിച്ചെന്നല്ല, ഒരു വർഷം കൊണ്ട് എത്ര ബൈബിൾ വായിച്ചെന്നല്ല, ഒരു വർഷം കൊണ്ടും ഒരു മാസം കൊണ്ടും ഒരു ദിവസം കൊണ്ടും ഒരാഴ്ച കൊണ്ടും നാളുകൾ കൊണ്ടും ജീവിതം കൊണ്ടും കർത്താവിനെ എത്ര നമ്മൾ രസിച്ചുവെന്നാണ്, എത്രമാത്രം നമ്മൾ അവനെ അറിഞ്ഞുവെന്നാണ്. വിശ്വസിക്കും തോറും വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം. റിജോയ്സ് ഇൻ ഹിം. യോബിൻ്റെ പുസ്തകത്തിൽ അതാണ് പറയുന്നത്. യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, ഹി റെസ്ക്യൂഡ് മീ ഫ്രം ദ ഗ്രേവ് ആൻഡ് നൗ മൈ ലൈഫ് ഇസ് ഫിൽഡ് വിത്ത് ലൈറ്റ്. ഞാൻ ആഴത്തിൻ്റെ കുഴിയുടെ അന്ധകാരത്തിൽ കിടന്നതാണ്, പക്ഷെ ഇപ്പോൾ എൻ്റെ ലൈഫ് ഫുള്ള് ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്താ? വെളിച്ചം കൊണ്ട്. ഇവിടെ അന്ധകാരം എന്നെ അന്ധകാരത്തിന് കീഴടക്കാൻ പറ്റുകയില്ല. ഹി റെസ്ക്യൂ ഫ്രം ദ ഗ്രേവ് സോ ദാറ്റ് മേ എൻജോയ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. സോ ഇതിൻ്റെ അകത്തൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഈ ലൈറ്റിൻ്റെ അകത്ത് ഇതിനകത്തൊരു ലൈഫുണ്ട്, ഇതിനകത്തൊരു ജീവനുണ്ട്. യോബ് പറയുന്നു, ഐ ഹാവ് മോർ ടു സേ. ഹല്ലേലൂയ. അവിടെ പറയാണ്, കീപ് സൈലന്റ് ആൻഡ് ഐ വിൽ ടീച്ച് യു വിസ്ഡം. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, വിവേകത്തിൽ നടക്കണമെങ്കിൽ, പരിജ്ഞാനം നമ്മളെ നിറഞ്ഞൊഴുകണമെങ്കിൽ നമ്മുടെ വചനധ്യാനം വളരെ ഇമ്പോർട്ടൻ്റ്. അവനിൽ ആശ്രയിക്കണം. ഓരോ വരികൾ വായിക്കുമ്പോഴും അവനെ തേടണം, അവൻ്റെ പ്രേമത്തെ കണ്ടുമുട്ടണം. നിൻ്റെ ജീവൻ്റെ തുടിപ്പ്, ജീവൻ്റെ സമൃദ്ധി ഈ വചനത്തിൻ്റെ അകത്തായിരിക്കുന്നു, നിൻ്റെ വിശ്വാസത്തിലായിരിക്കുന്നത്. വിശ്വസിക്കണം, സ്നേഹിക്കണം, വീണ്ടും വീണ്ടും അവനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. വിശ്വാസം നമ്മളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ജലസ്നാനം നമ്മൾ അതിൽ പ്രഖ്യാപിക്കുകയാണ്. ഇനി അവൻ്റെ സ്നേഹമാണ് നമ്മളെ വളർത്തുന്നത്, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ നയിച്ച് എറ്റേണലി നമ്മളെ പെർഫെക്റ്റാക്കി ഒരുക്കുന്നത് കർത്താവിൻ്റെ വേലയാണ്, ജോലിയാണ്. പിന്നെ പരിശുദ്ധാത്മാവ് അതിനെ നയിക്കും. അതിനാണ് നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത്. അടുത്ത ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരിക്കും. എങ്ങനെയാണ് നമ്മളെ നടത്തുന്നത്? അവനിലല്ലോ നാം ഇരിക്കുന്നതും ചരിക്കുന്നതും നിൽക്കുന്നതും. അവൻ നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. അവൻ നമ്മെ നയിക്കും. അവൻ നമ്മുടെ കൂടെയിരിക്കും. അപ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ് ആൻഡ് you are truly my disciples and you will know the truth
ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അങ്ങനെയുള്ളൊരു ദൈവ പൈതലിനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല. നമ്മളൊരു എഗ്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, വിജയുടെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്ററായ വിജയെ നമ്മൾ കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒത്തിരി വ്യക്തിപരമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം ആക്ടറായെന്നുള്ളതിൻ്റെ അല്ല, വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം സ്ട്രഗിൾ ഒത്തിരി ചെയ്തു, എല്ലാവരും വിട്ടുപോയി. അത് ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് ആ ചീഫ് മിനിസ്റ്റർ ആവുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് കൊടുത്ത സെക്യൂരിറ്റി പോലും അവർ പിൻവലിച്ചു എന്നാണ് വീട്ടിൽ നിന്നും. എന്തുമാത്രം ഇൻസൾട്ടാണത്. പക്ഷേ അദ്ദേഹം എപ്പോൾ ചീഫ് മിനിസ്റ്ററായോ സൈൻ ചെയ്തു, അപ്പോൾ അദ്ദേഹത്തിനുള്ള സെക്യൂരിറ്റി എത്രയാണ്? 10-15 വണ്ടികളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. സോ ഇതുപോലെ തന്നെ മക്കളായി കഴിയുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ്. നമ്മൾ ഒരിക്കൽ പോലും ശ്രദ്ധിക്കണം, നമ്മൾ ദൂതന്മാരോട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളും ദൂതന്മാരുമായിട്ട് ഒരു കാര്യവുമില്ല. ദൂതന്മാർ ദൈവം കമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വേല ചെയ്യുന്ന സേവകാത്മാക്കളാണ് അവർ. ദൂതന് നമ്മളുമായിട്ട് ഒരു കാര്യവുമില്ല. കാരണം എല്ലാവരും പിന്നെ എന്നെ കാക്കുന്നത് ദൂതനാണെന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ യേശു കർത്താവിൻ്റെ ആ സ്നേഹവും ആ വീര്യവും ആ ഇമ്പോർട്ടൻറ്റും പിശാച് തള്ളിക്കളയും. അങ്ങനെ സഹോദരന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വളരെ തെറ്റാണ്. നമ്മൾ ദൂതന്മാരുമായിട്ട് ഒരു കാര്യവുമില്ല. ദൂതന്മാർ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് യേശു കർത്താവാണ്. അത് നിങ്ങൾ എല്ലാവരും മറന്നു പോകരുത്. The truth of God, truth about sin, truth about salvation, truth revealed through Christ Jesus, Christ himself. സോ ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ രക്ഷയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെ പാറ്റേൺ. അന്ധകാരത്തെ ബ്രേക്ക് ചെയ്യും, ബോണ്ടേജസിനെ ബ്രേക്ക് ചെയ്യും, റിലീജിയസ് ഡിസെപ്ഷൻസിനെ ബ്രേക്ക് ചെയ്യും, ഫിയറിനെ ബ്രേക്ക് ചെയ്യും. സിൻ ലൂസസ് കൺട്രോൾ, വിട്ടുപോകും. സോ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുവെങ്കിൽ ഇനി ക്രിസ്തുവിന് വേണ്ടി ഒരു ജീവിതം നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്താട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ അതിനെക്കുറിച്ച്. എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ക്രൈസ്റ്റ്. ഇരുട്ട് മാറിപ്പോകും, ബന്ധനം മാറിപ്പോകും, മതങ്ങളുടെ ചില ആചാരങ്ങൾ മാറിപ്പോകും, ഭയം വിട്ടുപോകും, പാപത്തിൻ്റെ അടിമത്തിൽ നമ്മൾ രക്ഷപ്പെടും. നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാകും. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണമല്ല, പിന്നെ കൃപയിലുള്ള ഒരു ജീവിതമാണ്. പിന്നെ നമ്മൾ ലേഖനങ്ങൾ വായിക്കാൻ തുടങ്ങണം. യോഹന്നാൻ 14:6 പറയുന്നു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അപ്പം വഴിയും സത്യവും ജീവനും യേശു കർത്താവാണ്. അതിലൂടെയാണ് നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുന്നത്. ഹല്ലേലൂയ. സോ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ ഗിവ് അപ്പ്. God has a great plan about you. God bless you.